നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 20 ചൊവ്വ. മുല്ലപ്പെരിയാർ സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ തമിഴ്നാടിന് അനുകൂലം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ തമിഴ്നാട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നിശ്ചിത സമയത്തിനകം തീരുമാനവും തുടർ നടപടിയും വേണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. തമിഴ്നാടിന് ഏറെക്കുറെ അനുകൂലമായ തീരുമാനം കേരളത്തിന് തിരിച്ചടിയാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ വേണ്ടെന്നും ഇരു സംസ്ഥാനങ്ങൾക്കും സുപ്രീംകോടതിയുടെ താക്കീത്. മലപ്പുറം കൂരിയാട് ദേശീയപാത 66-ൽ നിർമ്മാണം അവസാനഘട്ടത്തിലുള്ള ഭാഗത്ത് 250 മീറ്ററോളം റോഡും സർവീസ് റോഡും ഇടിഞ്ഞു താണു. സർവീസ് റോഡിലൂടെ കടന്നുപോയ കാറിന് മുകളിലേക്ക് ഉച്ചയ്ക്ക് 12:15 ഇന്റർലോക്ക് കട്ടകൾ ഇടിഞ്ഞു വീണു. 3 കുട്ടികളടക്കം 8 പേർക്ക് നിസ്സാരമായ പരിക്കുകളേറ്റു. ദേശീയപാത അതോറിറ്റിയുടെ സാങ്കേതിക വിദഗ്ധർ തകർന്ന ഭാഗം പരിശോധിച്ച ശേഷം തുടർ നടപടിയെടുക്കുമെന്ന് ലൈസൻ ഓഫീസർ PPM അഷ്റഫ് പറഞ്ഞു. സംസ്ഥാനത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ 22-ന് ഉച്ചകഴിഞ്ഞ് 3-ന് മന്ത്രി V ശിവൻകുട്ടി പ്രഖ്യാപിക്കും. 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ജൂണിലാകും പ്രസിദ്ധീകരിക്കുക. സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലറായി ഡോക്ടർ K ശിവപ്രസാദിനെ നിയമിച്ച മുൻ ഗവർണറുടെ നടപടി തെറ്റാണെന്ന് ഹൈക്കോടതി. KTU വ്യവസ്ഥ അനുസരിച്ച് താൽക്കാലിക VC നിയമനം പോലും സർക്കാരിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വേണമെന്ന് കോടതി പറഞ്ഞു. അതേസമയം ഡോക്ടർ ശിവപ്രസാദിൻ്റെ നിയമന കാലാവധി ഈ മാസം 27-ന് തീരുന്നതിനാൽ പദവിയിൽ നിന്ന് നീക്കമില്ലെന്നും വ്യക്തമാക്കി. സ്ഥിരം VC നിയമനത്തിന് സംസ്ഥാന സർക്കാർ വൈകാതെ നടപടി തുടങ്ങണമെന്ന് ജസ്റ്റിസ് P ഗോപിനാഥ് നിർദ്ദേശിച്ചു. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതിയായ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. 50,000 രൂപയുടെ 2 ബോണ്ട്, 2 മാസം വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കാനോ പരാതിക്കാരിയെ ബന്ധപ്പെടാനോ ശ്രമിക്കരുത്, കുറ്റം ആവർത്തിക്കരുത് എന്നിവയാണ് വ്യവസ്ഥകൾ. US-ലെ പുതിയ നികുതി ബിൽ. പൗരന്മാർ അല്ലാത്തവർ രാജ്യത്തിന് പുറത്തേക്ക് അയക്കുന്ന പണത്തിന് 5% നികുതി ചുമത്താനുള്ള അമേരിക്കയുടെ നീക്കം അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ടെക്കികൾക്കും മറ്റും തിരിച്ചടിയാകും. ഇത് സംബന്ധിച്ച ബിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ദ വൺ ബിഗ് ബ്യൂട്ടിഫുൾ എന്ന് പേരിട്ടിരിക്കുന്ന ബില്ല് നിയമമായാൽ നാട്ടിലേക്ക് സ്ഥിരമായി പണം അയക്കുന്ന US-ൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ബാധിക്കും. ഇന്ത്യൻ പൗരന്മാരാണ് അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം അയക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 45 ലക്ഷം ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത്. പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്ത കേസിൽ 2 ആഴ്ചക്കിടെ അറസ്റ്റിലായത് 12 പേർ. ഇവരിൽ 6 പേർ പഞ്ചാബിൽ നിന്നും 5 പേർ ഹരിയാനയിൽ നിന്നുള്ളതുമാണ്. ഉത്തർപ്രദേശിൽ നിന്ന് ഒരാളും പിടിയിലായി. പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര 3 മാസം മുൻപ് കേരളത്തിലെത്തി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെ തന്ത്രപ്രധാന മേഖലകൾ പശ്ചാത്തലമാക്കി ദൃശ്യങ്ങൾ പകർത്തിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തി. ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് എല്ലാ മാസവും 5-നകം നൽകുക, വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന സമരം ഇന്ന് 100 ദിവസം പൂർത്തിയാകുന്നു. സമരവേദിയിൽ ഇന്ന് 100 തീപ്പന്തങ്ങൾ ഉയർത്തും. അഞ്ചുതെങ്ങ് മുതലപ്പൊഴി തുറമുഖ കേന്ദ്രത്തിലെ ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചു. കഴിഞ്ഞ ദിവസം കളക്ടർ അനുകുമാരിയുടെ സാന്നിധ്യത്തിൽ തുറമുഖ വകുപ്പ് അധികൃതരും സംയുക്ത സമരസമിതി പ്രതിനിധികളും കരാർ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് മണൽ നീക്കം ആരംഭിക്കാൻ ധാരണയായത്. AKTA ജില്ലാ സമ്മേളനം നടത്തി. പതിറ്റാണ്ടുകളായി ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ക്ഷേമനിധി ബോർഡ് സാമൂഹിക ക്ഷേമനിധി നിയമങ്ങൾ സമീപകാലത്ത് നേടിയെടുത്തതാണെന്ന തരത്തിൽ നടത്തുന്ന അസത്യ പ്രചരണങ്ങൾ പിൻവലിക്കണമെന്ന് ജനറൽ സെക്രട്ടറി NC ബാബു. രജത ജൂബിലി സമ്മേളനത്തിന്റെ മുന്നോടിയായി നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴ ലഭിക്കും. 23 വരെ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം. മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലായി നാളെ രൂപപ്പെടുന്ന ചക്രവാത ചുഴി 22-ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. IPL ലക്നൌവിനെതിരെ ഹൈദരാബാദിന് 6 വിക്കറ്റ് ജയം. ചെന്നൈ, രാജസ്ഥാൻ ടീമുകൾ ഇന്നു മത്സരിക്കും. ഇതോടെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.